ഞങ്ങൾ ഒരു കാരണവശാലും ഇതൊരു അക്രമ സമരമായി മാറരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായി. പക്ഷേ മുഖ്യമന്ത്രിയുടെ കലാപാഹ്വാനം അത് പോലീസിലെ ക്രിമിനലുകളും CPM ക്രിമിനലുകളും അറിയപ്പെടുന്ന ഓരോ ജില്ലകളിലെയും ഗുണ്ടകളുമാണ് ഏറ്റെടുത്തത്. ആലപ്പുഴയിലേക്ക് മുഖ്യമന്ത്രിക്ക് സംരക്ഷണം കൊടുത്തത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കാപ്പ കേസിൽ ചുമത്താൻ SP ശുപാർശ ചെയ്ത ഗുണ്ടകളാണ്. അപ്പൊ മുഖ്യമന്ത്രി തല്ലിച്ചതയ്ക്കുകയും ഭിന്നശേഷിക്കാരനായ ഒരു യുവാവിനെ പോലും ചവിട്ടുകയും ചെയ്തു. അതൊന്ന് കൃത്യമായ കേസുകൾ എടുക്കാതെ പോലീസ് ഉഴപ്പുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കേണ്ടത് ഞങ്ങൾ പല പ്രാവശ്യം മുന്നറിയിപ്പ് കൊടുത്തു, ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വരുമെന്ന്. ഇനി ഞങ്ങൾ വളരെ കൃത്യമായൊരു കാര്യം പറയാണ്, ഈ അക്രമം നടന്ന സംഭവങ്ങളിൽ പോലീസ് കൃത്യമായി കേസെടുത്താൽ ഞങ്ങൾ ശാന്തരായിരിക്കാം. നിയമമനുസരിച്ച് കേസെടുത്താൽ പോലീസ് കേസെടുക്കാതെ ഈ ക്രിമിനലുകളെ രക്ഷിക്കാനാണ് പുറപ്പെടുന്നതെങ്കിൽ ഞങ്ങൾ നിയമം കയ്യിലെടുക്കും. ആദ്യമായിട്ടാണ് ഞങ്ങൾ പറയണത്, ഞങ്ങളെ കൊണ്ട് നിയമം കയ്യിലെടുപ്പിക്കരുത്. ഞങ്ങൾ നിയമം കയ്യിലെടുക്കും, ഞങ്ങൾക്കും പറ്റും. ഈ അടിച്ച ആളുകളെയൊക്കെ തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് പറ്റും. ഞങ്ങളെ കൊണ്ട് അത് ചെയ്യിക്കരുത്, തെരുവിലേക്ക് ഇത് വലിച്ചഴിക്കരുതെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ പോലീസ് മാന്യമായിട്ട് കേസെടുക്കണം. ആരാണ് കുറ്റവാളികളെന്ന് വെച്ചാൽ അവരെ കൊണ്ടുവരണം. മുഖ്യമന്ത്രിയുടെ ഗൺമാനെ പുറത്താക്കണം. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ക്രൂരമായ ആളുകളെ മർദ്ദിച്ചത്. മുഖ്യമന്ത്രി പോയി കഴിഞ്ഞിട്ട് വന്ന വാഹനത്തിൽ നിന്ന് ഇറങ്ങിയാണ് മർദ്ദിച്ചത്. മുഖ്യമന്ത്രി ഇതൊന്നും കാണൂല. ഈ ക്രിമിനലുകളെ, ഈ നാണമുണ്ടോ മുഖ്യമന്ത്രിക്ക് ഈ കസേരയിലിരിക്കാൻ? കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന ക്രിമിനലുകൾ അവരെ തെരുവിലിറക്കിയിട്ടാണ് അദ്ദേഹത്തിന് സംരക്ഷണം. അപ്പൊ പോലീസിൽ വിശ്വാസമില്ല മുഖ്യമന്ത്രിക്ക്. അപ്പൊ അത് ഞങ്ങൾ ശക്തമായ സമരപരിപാടികളും ശക്തമായ പ്രതികരണങ്ങളും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും, ഒരു സംശയം വേണ്ട.